ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് രേണുസുധിയെക്കുറിച്ചും കിച്ചു സുധിയെക്കുറിച്ചാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് കിച്ചുവിനെതിരെ കുറേയധികം നെഗറ്റീവായിട്ടുള്ള കമൻസും വീഡിയോസൊക്കെ കുറേയധികം പേര് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കിച്ചു പോയി കണ്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. അതിന് മുമ്പ് കുറേയധികം പേർക്ക് ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള കാര്യങ്ങൾ അറിയായിരിക്കാം. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. എന്തുകൊണ്ടിപ്പം കിച്ചു രേണുവിനെ പോയി കാണുന്നില്ല എന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം, പിന്നെ ഇപ്പോൾ രേണുവിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കാര്യങ്ങൾ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഇതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തേക്കുക, ഹൈപ്പും ചെയ്തേക്കുക. എന്നാൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് ഇത് എത്തത്തുള്ളൂ. ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ ഉണ്ടെങ്കിൽ രേണുസുധിയെ കുറേ നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നെഗറ്റീവായിട്ട് വീഡിയോസ് ചെയ്യാറുണ്ട്. അതിന് മറുപടിയായിട്ട് രേണുസുധി ഓരോ സമയം അതിനെല്ലാം മറുപടിയൊക്കെ കൊടുക്കാറുണ്ട്. ആ സമയത്തൊക്കെ എല്ലാവരും പറയുന്നൊരു കാര്യം രേണുവിന് ഭയങ്കര അഹങ്കാരമാണ് എന്നുള്ളൊരു കാര്യമാണ്. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ കടന്ന് കാണിക്കുന്നത്? നിൻ്റെ ഭർത്താവായിട്ടുള്ള സുധിയുടെ പേര് വരെ നീ ഉണ്ടെങ്കിൽ ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിലാണ് പെരുമാറുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേയധികം കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് പക്ഷേ രേണുസുധി അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കാതെ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും അങ്ങനെ ഇരിക്കുന്നതൊക്കെ സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം ഈ രേണുവിനെ കുറിച്ചൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രേണുവിന് ക്യാൻസറാണ് എന്നുള്ള രീതിയിൽ. അത് ആദ്യമേ ഉണ്ടെങ്കിൽ രേണുസുധി എടുത്ത് കുറേയധികം പേര് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്ന പോസ്റ്റിന് താഴെ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു മറുപടിയായിട്ട് രേണു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേണൊക്കെ എനിക്കിതുണ്ടെങ്കിൽ ക്യാൻസറാണ് എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അത് പുറത്ത് പറഞ്ഞേനെ, അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോഴും ആ ഇൻ്റർവ്യൂ ചെയ്ത ആൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതേണൊക്കെ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ടല്ലോ, അതിലെ പിന്നിൻ്റെ സത്യം എന്താണ്, അങ്ങനെ രോഗം വല്ലതും സ്ഥിരീകരിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പം രേണു പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേയധികം പേരുടെ പോസ്റ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് പറയുന്നവരെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തേന് ഇവരൊക്കെ എന്ത് ക്യാരക്ടറാണ് എന്ന് ഞാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേനെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ആ ഒരു കാര്യം അവിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം രേണുസുധി ഉണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ആശുപത്രിയിലാണ്, തൻ്റെ സഹോദരി ഉണ്ടെങ്കിൽ ഇങ്ങനെ ബില്ലടയ്ക്കാൻ വേണ്ടി തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലത്തുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം കുറേയധികം പേര് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കമൻറ്റ് ഇടുന്നുണ്ട്, എന്ത് പറ്റി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ വന്നിങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാം ഭേദമാവട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ വന്നിട്ട് രേണു ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ കുട്ടിയെങ്കിലും ഓർത്തെല്ലാം ശരിയാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വേറെ ഒരാൾ നെഗറ്റീവായിട്ടും കുറേയധികം കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിനക്ക് എന്ത് രോഗമാണെങ്കിലും അങ്ങനെ തന്നെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവായിട്ട് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് രേണു പറഞ്ഞൊരു കാര്യം, ഞാനൊരിക്കലും നിങ്ങളുടെ കുടുംബത്തിന് എനിക്കുണ്ടായ പോലത്തുള്ള രോഗമൊന്നും വരണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതോടെ തന്നെ ഏകദേശം മനസ്സിലായി രേണുസുധിക്ക് എന്തോ ഇത്തിരി വലുതായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്, ആരോഗ്യ പ്രശ്നമുണ്ട് എന്നുള്ളൊരു കാര്യം. പക്ഷേ ആ സമയത്ത് രേണു ഒന്നും തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിൽ വെച്ചിട്ടാണ് രേണുസുധി തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇതേ കണക്ക് തനിക്ക് ക്യാൻസറാണ് എന്നുള്ളൊരു കാര്യം. അതും ഏകദേശം 3rd സ്റ്റേജ് ഏതാണ്ടാണെന്നാണ് രേണു ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം താൻ ഇത് ആരുടെടുത്തും പറയണ്ട എന്നുള്ളത് വെച്ചിട്ടിരുന്നതാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ പോയി ടെസ്റ്റ് എടുത്ത ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ചോർന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം താനുണ്ടെങ്കിൽ ഇത് പറഞ്ഞേ പറ്റൂ എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വന്നു, അതുകൊണ്ടാണ് ഇപ്പം പറയുന്നത് എന്നുള്ള കാര്യം കൂടി രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രേണു ഈ ഒരു ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം, ഇത് വർഷങ്ങൾക്ക് മുമ്പേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ തനിക്ക് ഈ ഒരു ചെസ്റ്റിൻ്റെ അടുത്ത് അവിടെ ആയിട്ടൊരു മുഴ പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ അത് ഭയങ്കര പ്രശ്നമായത് ഇപ്പോഴാണ് എന്നുള്ളതാണ്. ഇതൊക്കെ നേരത്തെ ഞങ്ങൾ അറിഞ്ഞ കാര്യം തന്നെയായിരുന്നു. പക്ഷേ ആ സമയത്ത് ചികിത്സിക്കാനൊന്നും തന്നെ പറ്റില്ല എന്നുള്ളൊരു കാര്യം കൂടി രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ചികിത്സയും കാര്യങ്ങളും തുടങ്ങാൻ പോവുകയാണ്, എല്ലാവരെയും പ്രാർത്ഥന ഉണ്ടാവും എന്നുള്ള രീതിയിൽ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇടയ്ക്ക് വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ പോലെ പൈസ അടച്ചിട്ട് ഈ ഒരു കണ്ടൻറ്റ് കാണുന്നതൊക്കെ ആ ഒരു രീതിയിൽ തുടങ്ങിയ സമയത്ത് രേണുവിനെതിരെ നെഗറ്റീവായിട്ട് കുറേയധികം കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇതേ കണക്ക് എനിക്ക് പൈസയൊക്കെ ഇപ്പം
ആവശ്യമായിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ചിലവൊക്കെ വരുവാണ്. അപ്പോൾ അതിന് വേണ്ടിയൊക്കെയായിരുന്നു ഞാനത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറേയധികം പേര് കാര്യങ്ങൾ അറിയാതെയൊക്കെ എനിക്ക് നെഗറ്റീവായിട്ട് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കുഴപ്പമില്ല, ഞാനുണ്ടെങ്കിൽ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു രോഗം മാറാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് സപ്പോർട്ട്, നമ്മൾ ഈ ഒരു നെഗറ്റീവായിട്ട് ആൾക്കാർ പറയുന്ന സമയത്ത് പോലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം കുറേയധികം പേര് ഈ ഒരു രേണുവിന് സപ്പോർട്ടായിട്ട് എല്ലാം ശരിയാവും എന്നുള്ള രീതിയിൽ പറഞ്ഞ കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. രേണുവിനെതിരെ നെഗറ്റീവായിട്ട് വീഡിയോസ് ഇട്ടവർ പോലും ആ സമയത്ത് രേണുവിന് സപ്പോർട്ടായിട്ടാണ് മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ സീക്രട്ട് ഏജൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സായി കൃഷ്ണ ഇതറിഞ്ഞതിന് ശേഷം വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിതേ കണക്ക് രേണുവിൻ്റെ കണ്ടൻറ്റ് വെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ കണ്ടൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള വരുമാനം രേണുവിന് തന്നെ കൊടുക്കുമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം രേണുവിന് തന്നെ അതേ കണക്ക് പൈസ കൊടുക്കുകയും അത് വെച്ചിട്ട് AC വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രേണു തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറേയധികം പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, കിച്ചു രേണുവിനെ പോയി കാണുന്നില്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്തൊന്നും രേണുവും ഈ ഒരു കിച്ചുവും തമ്മിൽ ഇടയ്ക്ക് വെച്ചൊരു വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി പറയാവുന്ന ഒരു കാര്യമാണ്, ഈ ഒരു രേണുവും ഈ ഒരു കിച്ചുവും തമ്മിലുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട്, കുറച്ച് നാളുകളായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പോസ്റ്റുകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. ആ സമയത്ത് രേണുവൊക്കെ വന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ തൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള കാര്യങ്ങളെ ഒരു രേണു അമ്മയായിട്ട് വന്നതിന് ശേഷം തൊട്ട് അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ നടന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. ഇത് കണക്ക് രേണു കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം നല്ല രീതിയിലാണ് എൻ്റെ അടുത്തൊക്കെ പെരുമാറിയിട്ടുണ്ടായിരുന്നത്, കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ഒറ്റപ്പെടലൊക്കെ താൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തൊക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ ഭയങ്കര ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു രേണുവിൻ്റെ സഹോദരനും സഹോദരിയും എല്ലാവരും ഈ ഒരു വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അവരെ എല്ലാവരെയും ചിലപ്പോൾ അച്ഛൻ തന്നെ നോക്കണമായിരുന്നു. ഇവരൊന്നും പണിക്കൊന്നും പോകത്തില്ലായിരുന്നു. അതുകൊണ്ട് കുറേയധികം ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അച്ഛൻ മരിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ ഇവർ ആയിട്ട് നല്ലൊരു ബോണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും തനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇവരൊന്നും എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഭയങ്കര ഞാൻ ഒറ്റപ്പെട്ടു പോയി. ആ സമയത്ത് പല കൂട്ടുകെട്ടുകളിലും പെട്ട് പ്രശ്നങ്ങളൊക്കെ ഞാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനുണ്ടെങ്കിൽ അച്ഛൻ്റെ വീട്ടിലോട്ട്, അച്ഛൻ്റെ നാടിനെ കൊല്ലത്തുണ്ടെങ്കിൽ പോയി നിൽക്കാമെന്നുള്ള പ്ലാനിൽ ഇങ്ങോട്ട് വരുന്നത്. ആ സമയത്തൊന്നും ഞാനും അമ്മയായിട്ട് വലിയ ബോണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. കുറേയധികം പേര് ഞങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. പ്രശ്നമെന്നല്ല, പക്ഷേ എന്നാലും ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയൊരു ബോണ്ടൊന്നുമില്ല. അമ്മ പറയുന്ന പോലെ ഞങ്ങൾ വലിയൊരു ബോണ്ടൊന്നുമല്ല, ജസ്റ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വിളിക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതോടെയാണ് രേണുവിനെതിരെ നെഗറ്റീവ് കമൻറ്റ്സ് വരാൻ തുടങ്ങിയത്. അപ്പം നീ പറഞ്ഞതെല്ലാം കള്ളമാണ്, ആ കൊച്ചിനെ ഒന്നും നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറേയധികം നെഗറ്റീവ് കമൻറ്റ്സൊക്കെ വരാൻ തുടങ്ങി. അതിനുശേഷം ഈ ഒരു കിച്ചുവും രേണുവും തമ്മിൽ കുറച്ച് നാളായിട്ട് വലിയ സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ആ ഒരു ഇഷ്യൂ നടന്നതിന് ശേഷം കുറേയധികം പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, കിച്ചുവിനെ വിളിക്കാറുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പം പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ വിളിയും കാര്യങ്ങളും ഒന്നുമില്ല, ഇപ്പം അങ്ങനെ സംസാരിക്കാറേ ഇല്ല എന്നുള്ളൊരു കാര്യം കൂടിയായിരുന്നു രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കിച്ചുവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴും കിച്ചു അതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇളയ കുട്ടിയായിട്ടുള്ള ഋതപ്പിനെ പോയി കാണുകയും അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കിച്ചു പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് കണക്ക് രേണുവിന് ഈ ഒരു അസുഖം വന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അറിയുന്നത്. കുറേയധികം പേര് കിച്ചുവിന് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു, നീ പോയി രേണുവിനെ കാണണം, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് കൂടെ നിൽക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു. മറ്റു ചിലർ ഉറപ്പായിട്ടും കിച്ചു പോവും, നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കിച്ചു ഉണ്ടെങ്കിൽ രേണുവിനെ പോയി കാണുകയൊന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് കുറേയധികം പേര് നെഗറ്റീവായിട്ട് കിച്ചുവിന് കമൻസ് ഇടാൻ തുടങ്ങിയത്. നീ എന്ത് അഹങ്കാരമാണ് ഈ കാണിക്കുന്നത്, നിന്നെ എന്തായാലും കുറേ നാളോളം നിൻ്റെ അമ്മയെപ്പോലെ നിന്നെ നോക്കിയതല്ലേ, അവർക്കൊരസുഖം വന്നപ്പോൾ നീ കണക്ക് പോയി കാണാത്തത് എന്താണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കമൻസൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് രേണു ഈ ഒരു ക്യാൻസറിൻ്റെ ചികിത്സയും കാര്യങ്ങളുമായിട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് തന്നെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കിച്ചു തന്നെ വന്ന് കണ്ടിട്ടില്ല. താനുണ്ടെങ്കിൽ മോനെ പോലെ നോക്കിയിട്ടുള്ളതായിരുന്നു, പക്ഷേ എന്നിട്ട് പോലും വന്ന് കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കിച്ചുവിന് വ്യാപകമായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നീ ഇങ്ങനത്തെ ഒരാളാണ് എന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിച്ചുവിനെതിരെ നെഗറ്റീവ് കമൻറ്റ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിനുശേഷം കിച്ചു റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു കാര്യത്തിൽ മറുപടി പറഞ്ഞിട്ടില്ലായിരുന്നു.
കിച്ചു യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. ചലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പബ്ലിക്കിൽ പോയി ഓരോ ചോക്ലേറ്റിൻ്റെ കാര്യം കൊടുക്കുന്നതും അങ്ങനെയൊക്കെ കുറേയധികം ചലഞ്ച് ചെയ്യുന്നു എന്നല്ലാതെ വേറെ ഒരു രേണുവിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ സംസാരിച്ചിട്ടില്ലായിരുന്നു. എല്ലാവരും കമൻറ്റിലൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു മറുപടി ഈ ഒരു കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രേണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ രേണു ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോയിൽ രേണു കുറേയധികം ക്യാൻസറിൻ്റെ കാര്യം ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. മുടിയുണ്ടെങ്കിൽ മുറിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ശരീരവേദനയും ക്ഷീണവും ഒക്കെയാണ്, ഛർദ്ദിക്കാനൊക്കെ വരുന്നുണ്ട്, ഇപ്പം കഴുത്തിനൊക്കെ ചെറിയൊരു വേദനയൊക്കെ ഉണ്ട്, എപ്പോഴും കിടക്കുവാണ്, ഭയങ്കര ക്ഷീണമാണ്. പിന്നെ കുറേയധികം പേര് തന്നെ സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ സഹോദരിയുടെ ഭർത്താവൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഇളയ കുട്ടി ഋതപ്പനുണ്ട്. അവന് എൻ്റെ അടുത്ത് വന്ന് പറയുന്നൊരു കാര്യം, അമ്മ എല്ലാം റെഡിയായിട്ട് വരും എന്ന് പറഞ്ഞിട്ട് പഴയ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചിട്ട് ഇതുപോലെ എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് കുറേയധികം പേര് എന്നെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ഈ ഒരു രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു മറ്റ് ചിലരൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവരൊന്നും എന്നെ വന്ന് കണ്ടിട്ടില്ല. എന്തായാലും അവരോടൊന്നും എനിക്ക് ഇഷ്ടക്കേടില്ല എന്നുള്ളൊരു കാര്യം കൂടി രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുകൂടി പറഞ്ഞതിന് ശേഷമാണ് കിച്ചുവിനെതിരെ പിന്നെ നെഗറ്റീവ് കമൻറ്റ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതേ കണക്ക് ഇത്രയും വയ്യാതെ കിടക്കുന്ന സമയത്ത് പോലും ഇങ്ങനത്തുള്ള വൈരാഗ്യം കാണിക്കുവാണോ കിച്ചു? നിന്നെ അറ്റ്ലീസ്റ്റ് കുറേ നാളെങ്കിലും നോക്കിയ ഒരു വ്യക്തിയല്ലേ ഇത്രയും വർഷമായിട്ട്. നിന്നെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നോക്കിയതാ. നിൻ്റെ അമ്മ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടും ഇവർ നോക്കിയിട്ടുണ്ടല്ലോ, അതെങ്കിലും ഓർത്ത് നിനക്ക് പൊയ്ക്കൂടായിരുന്നോ എന്നൊക്കെ ചോദിച്ച് നെഗറ്റീവ് കമൻസൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിനും കിച്ചു ഇതേ റിപ്ലൈ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് കുറേയധികം ന്യൂസും കാര്യങ്ങളും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചു ഉണ്ടെങ്കിൽ രേണുവിനെ പോയി കാണാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കിച്ചു പറഞ്ഞതായിട്ട് കുറേയധികം ന്യൂസൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ കിച്ചു ഒഫീഷ്യലി ആയിട്ട് എങ്ങും വന്ന് പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയി കണ്ടതിൻ്റെ ഒരു ഫോട്ടോ പുറത്ത് വരികയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അവസാനം ഇട്ട രേണുവിൻ്റെ വീഡിയോയിൽ പോലും ഈ ഒരു കിച്ചുവിനെ കുറിച്ചും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ തനിക്ക് കാണാൻ വരുമെന്ന് പ്രതീക്ഷിച്ച ആൾക്കാർ വന്നില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് കിച്ചുവിനെയാണ് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പറയുന്നത്. എന്തായാലും ഇതിനിപ്പോൾ കിച്ചു പോയി കാണുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. പോയി കാണുവാണെങ്കിൽ നല്ല കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്.